ഹായ്, ഈ വീഡിയോയിൽ നമ്മൾ എക്സൈസ് 13.1-ന്റെ 13ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനോട്ട് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ബൈ ബി എക്സ് എന്നാണ്. അപ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ അത് 1 ആണ് എന്നാണ് പഠിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് സൈൻ എ എക്സ് ന്യൂമറേറ്ററിലുണ്ട്. അപ്പോൾ നമുക്ക് താഴെ എ എക്സ് കിട്ടുകയാണെങ്കിൽ നമുക്കതിനെ 1 എന്ന് എഴുതാനായിട്ട് പറ്റും. അതുകൊണ്ട് ഞാൻ ഇതിനെ റീഅറേഞ്ച് ചെയ്യുവാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ഇവിടെ നമുക്ക് ബി ആവശ്യമില്ല, അതുകൊണ്ട് നമുക്ക് 1/b എന്ന് എഴുതാം, ഇൻറ്റു സൈൻ എ എക്സ് ഡിവൈഡ് ബൈ നമ്മുടെ ഇവിടെ എക്സ് ഉണ്ടായിരുന്നു, അത് അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ ഇവിടെ എ എക്സ് ആണ് ആംഗിൾ, നമുക്ക് എന്ത് വേണം, എ എക്സ് വേണം. അതുകൊണ്ട് നമ്മൾ എ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നോക്കുക, ഇനി നമുക്ക് എനെ വെളിയിലെടുക്കാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എ ഡിവൈഡ് ബൈ ബി ഇൻറ്റു സൈൻ എ എക്സ് ബൈ എ എക്സ് എന്ന് എഴുതും. അതിനുശേഷം നമ്മൾ എ ബൈ ബി കോൺസ്റ്റൻറ്റിനെ വെളിയിലെടുത്താൽ എ ബൈ ബി ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ബൈ എ എക്സ് എന്ന് വന്നു. അപ്പോൾ നോക്കുക, ഇവിടെ എക്സ് ടെൻസ് ടു 0 ആണ്, നമുക്ക് ആംഗിൾ എ എക്സ് ആണ് അല്ലേ. അപ്പോൾ നോക്കുക, എക്സ് ടെൻസ് ടു 0 വരുമ്പോൾ ഉറപ്പായിട്ടും എ ഇൻറ്റു എക്സ് എന്ന് പറയുന്നതും 0 തന്നെയാണ് പോവുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് എ ബൈ ബി ഇൻറ്റു ലിമിറ്റ് എ എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ബൈ എ എക്സ് എന്ന് എഴുതാം. നോക്കുക, ഇവിടെ ആംഗിൾ എ എക്സ് ആയതുകൊണ്ടാണ് നമ്മൾ എ എക്സ് ടെൻസ് ടു 0 എന്ന് എഴുതിയത്. ഇവിടെ എക്സ് ടെൻസ് ടു 0 ആകുമ്പോൾ എക്സിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അതും 0 തന്നെയാണ് പോവുക. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എ ബൈ ബി ഇൻറ്റു ഇതിൻ്റെ ആൻസർ നമുക്ക് 1 എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എ ബൈ ബി ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എ ബൈ ബി എന്നാണ് 13ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. 14ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ഡിവൈഡ് ബൈ സൈൻ ബി എക്സ് എന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെയും ഇതിനെ റീഅറേഞ്ച് ചെയ്യാം. നമുക്ക് എഴുതാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ആദ്യം നമ്മൾ സൈൻ എ എക്സ് എന്ന് എഴുതി. അപ്പോൾ നോക്കുക, ഇവിടെ എ എക്സ് ആണ് ആംഗിൾ. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ എ എക്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കതിനെ 1 എന്ന് എഴുതാനായിട്ട് പറ്റുക. അതുകൊണ്ട് നമ്മളിവിടെ എ എക്സ് ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാനായിട്ട് നമ്മൾ ന്യൂമറേറ്ററിലും എ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ നോക്കാം, നമുക്കിവിടെ സൈൻ ബി എക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡിവൈഡ് ബൈ സൈൻ ബി എക്സ് എന്ന് എഴുതാം. ഇവിടെ നോക്കാം, നമുക്ക് ബി എക്സ് ആണ് ആംഗിൾ, നമുക്ക് എന്ത് വേണം, ബി എക്സ് ഇവിടെ ഉണ്ടെങ്കിൽ 1 ആയിട്ട് എഴുതാം. അപ്പോൾ നോക്കാം, ഓൾറെഡി ഇവിടെ എക്സ് ഉണ്ട്. അപ്പോൾ എന്ത് മതി, നമുക്ക് ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കാം. അത് ക്യാൻസൽ ചെയ്യാനായിട്ട് ഡിനോമിനേറ്ററിലും ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ നോക്കാം, നമുക്ക് ഇനി ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ഇവിടെ നോക്കാം, നമുക്ക് ബി എക്സ് ആണ് വേണ്ടത്, എ നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് നമുക്ക് എനെ വെളിയിലെടുക്കാം. ഇവിടെ നോക്കുക, നമുക്ക് എ എക്സ് ആണ് ആവശ്യം, ബി ആവശ്യമില്ല, അതുകൊണ്ട് നമുക്ക് ബൈ ബി എന്ന് ഇവിടെ എഴുതും. ഇൻറ്റു സൈൻ എ എക്സ് ഡിവൈഡ് ബൈ എ എക്സ് ഇൻറ്റു ഇവിടെ നോക്കുക, നമ്മളിതിനെ റീഅറേഞ്ച് ചെയ്ത് ബി എക്സ് ഡിവൈഡ് ബൈ സൈൻ ബി എക്സ് എന്ന് എഴുതും. അപ്പോൾ അതിനുശേഷം നമുക്ക് എ ബൈ ബിനെ വെളിയിലെടുക്കാം. എ ബൈ ബി ഒരു കോൺസ്റ്റൻ്റ് ആണ്. ദെൻ നോക്കുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ഡിവൈഡ് ബൈ എ എക്സ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഡിനോമിനേറ്റർ എടുക്കുമ്പോൾ അത് നമുക്ക് സൈൻ ബി എക്സ് ഡിവൈഡ് ബൈ ബി എക്സ് എന്നാണ് വരിക. അതിനുശേഷം നമുക്ക് ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തേക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബൈ ബി ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ബൈ എ എക്സ് ഓൾ ഡിവൈഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ ബി എക്സ് ഡിവൈഡ് ബൈ ബി എക്സ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബൈ ബി ഇൻറ്റു ഇവിടെ നോക്കുക, എക്സ് ടെൻസ് ടു 0 ആണ്, ആംഗിൾ എ എക്സ് ആയതുകൊണ്ട് വേണമെങ്കിൽ അടുത്ത സ്റ്റേജിൽ നമുക്ക് ലിമിറ്റ് എ എക്സ് ടെൻസ് ടു 0 എന്ന് ഇവിടെ എഴുതാം. ഇവിടെ ആംഗിൾ ബി എക്സ് ആണ്, അതുകൊണ്ട് നമ്മളിവിടെ ബി എക്സ് ടെൻസ് ടു 0 എന്നും എഴുതും. അപ്പോൾ നമുക്ക് എഴുതിയേക്കാം ലിമിറ്റ് എ എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ബൈ എ എക്സ് ഡിവൈഡ് ബൈ ലിമിറ്റ് ബി എക്സ് ടെൻസ് ടു 0 സൈൻ ബി എക്സ് ഡിവൈഡ് ബൈ ബി എക്സ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബൈ ബി ഇൻറ്റു ഇതിൻ്റെ വാല്യൂ 1 ആണ്, ഡിനോമിനേറ്ററിലും 1 തന്നെയാണ് വരിക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എ ബൈ ബി എന്ന് തന്നെയാണ് 14ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറും കിട്ടുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ സൈൻ പൈ മൈനസ് എക്സ് ഡിവൈഡ് ബൈ പൈ ഇൻറ്റു പൈ മൈനസ് എക്സ് എന്നാണ്. അപ്പോൾ നമ്മളിവിടെ എക്സിന് പൈ എന്ന വാല്യൂ കൊടുത്താൽ നമുക്ക് 0 ഡിവൈഡ് ബൈ 0 ഫോം തന്നെയാണ് വരുന്നത്. അപ്പോൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻസിലും 0/0 ഫോം വന്നതുകൊണ്ടാണ് നമ്മൾ അവിടെ റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ലിമിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇവിടെയും നമ്മൾ ഇതിനെ റീഅറേഞ്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പൈ മൈനസ് എക്സിനെ വൈ എന്ന് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എഴുതിയേക്കാം ലെറ്റ് y that is equal to pi minus x.
ഇനി നോക്കുക ഇവിടെ എക്സിൻ്റെ വാല്യൂ പൈയിലോട്ട് പോകുമ്പോൾ വൈയുടെ വാല്യൂ എങ്ങോട്ടാണ് പോണേന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എഴുതിയേക്കാം വെൻ എക്സ് ടെൻസ് ടു പൈ വൈ ടെൻസ് ടു. നോക്കുക എക്സ് പൈയിലോട്ട് പോകുമ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുക, വൈയിൽ എക്സിന് പൈ കൊടുക്കുക. അപ്പോൾ നമുക്ക് പൈ മൈനസ് പൈ എന്നാണ് കിട്ടുക. പൈ മൈനസ് പൈ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ എക്സ് പൈ ആകുമ്പോൾ വൈ 0 ആണ്. അഥവാ എക്സ് പൈയിലോട്ട് പോകുമ്പോൾ വൈ 0-ലായിട്ടാണ് പോകുന്നത് എന്ന് പറയാം. അതിനുശേഷം നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് വൈ ടെൻസ് ടു 0. നോക്കുക എക്സ് ടെൻസ് ടു പൈ വൈ ടെൻസ് ടു 0 എന്നായി. ദെൻ നമ്മൾ സൈൻ ഇവിടെ നമുക്ക് വൈ എന്നെടുക്കാനായിട്ട് പറ്റും. ഡിവൈഡഡ് ബൈ പൈ അങ്ങനെ തന്നെ എഴുതും. ദെൻ നോക്കുക പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ വൈ ആണല്ലേ. അപ്പോൾ നോക്കുക പൈ ഒരു കോൺസ്റ്റൻ്റ് ആണ്, നമുക്ക് വെളിയിലെടുക്കാം. അപ്പോൾ 1/π എന്ന് വന്നു ഇൻറ്റു ലിമിറ്റ് വൈ ടെൻസ് ടു 0 സൈൻ വൈ ഡിവൈഡ് ബൈ വൈ എന്നാണ് വന്നിരിക്കുക. എക്സിന് പകരം വൈ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അതിനെ ഡയറക്റ്റായിട്ട് 1 എന്ന് എഴുതിയേക്കാം. സോ 1/π ഇൻറ്റു 1 അഥവാ 1/π എന്നാണ് 15ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. 16ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരിക്കുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോസ് എക്സ് ഡിവൈഡ് ബൈ പൈ മൈനസ് എക്സ് എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് എക്സിന് 0 കൊടുത്താൽ നമുക്ക് ഇവിടെ ലിമിറ്റിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ കൊടുത്ത് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് 0 ഡിവൈഡ് ബൈ പൈ മൈനസ് 0 എന്നാണ് വരിക. നമുക്കറിയാം കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, ഡിവൈഡ് ബൈ പൈ മൈനസ് 0 എന്ന് പറഞ്ഞാൽ അത് പൈ ആണ്. അപ്പോൾ നമുക്ക് ഫൈനലി 1/π എന്ന് തന്നെയാണ് 16ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറും കിട്ടുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോസ് 2x മൈനസ് 1 ഡിവൈഡ് ബൈ കോസ് എക്സ് മൈനസ് 1 എന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോസ് 2xൻ്റെ ഫോമുലയാണ് അപ്ലൈ ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് 0/0 ഫോമാണ് വരിക. അതുകൊണ്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ കോസ് 2xൻ്റെ ഫോമുല കൊടുക്കുന്നത്. അപ്പോൾ എഴുതിയേക്കാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഇവിടെ നോക്കാം -1 ഉള്ളത് കൊണ്ട് നമ്മൾ കോസ് 2xന് 1 - 2 സൈൻ സ്ക്വയർ എക്സ് എന്ന ഫോമുലയാണ് അപ്ലൈ ചെയ്യുക. ദെൻ ഇവിടുത്തെ -1 അങ്ങനെ എഴുതി. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ നമുക്കിവിടെ 1 ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ 1 - 2 സൈൻ സ്ക്വയർ എക്സ് എന്ന ഫോമുല കോസ് 2xന് കൊടുത്തത്. ഡിവൈഡഡ് ബൈ നോക്കുക ഇവിടെ കോസ് എക്സ് ആണുള്ളത്, നമ്മൾ സെയിം ഫോമുല തന്നെ അപ്ലൈ ചെയ്യും. പക്ഷേ ആംഗിൾ എടുക്കുമ്പോൾ എക്സിൻ്റെ പകുതി x/2 എന്ന് വേണം ആംഗിൾ എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എഴുതിയേക്കാം 1 - 2 സൈൻ സ്ക്വയർ x/2 -1. നോക്കുക 1 - 1 ക്യാൻസലായി, ഇവിടെയും 1 - 1 ക്യാൻസലായിട്ട് പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 -2 സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ -2 സൈൻ സ്ക്വയർ x/2 എന്നാണ് ഇപ്പോൾ കിട്ടുക. നോക്കുക നമുക്ക് -2ഉം ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഇപ്പോൾ ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് പറ്റും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ സ്ക്വയർ എക്സ് അല്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് സൈൻ എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഡിനോമിനേറ്ററിൽ നമ്മൾ സൈൻ സ്ക്വയർ x/2 എന്ന് തന്നെയാണ് എഴുതുക. ഇനി നോക്കുക ഇവിടെ ആംഗിൾ x/2 ആണ്, ഇവിടെ ആംഗിൾ x ആണ്. അതുകൊണ്ട് നമ്മൾ സൈൻ 2xൻ്റെ അല്ലെങ്കിൽ സൈൻ 2θയുടെ ഫോമുല അപ്ലൈ ചെയ്യുകയാണ്. നമുക്കറിയാം സൈൻ 2θ എന്ന് പറഞ്ഞാൽ 2 സൈൻ θ കോസ് θയാണ്. ഇവിടെ ആംഗിൾ x ആയതുകൊണ്ട് അവിടെ തീറ്റ എന്ന് പറയുന്നത് നമുക്ക് x/2 എന്ന് എഴുതേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ മുകളിലും താഴെ നമുക്ക് സെയിം ആംഗിൾ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സൈൻ 2xൻ്റെ അല്ലെങ്കിൽ സൈൻ 2θയുടെ ഫോമുല അപ്ലൈ ചെയ്യുക. അപ്പോൾ എഴുതിയേക്കാം ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 2 സൈൻ x/2 ദെൻ കോസ് x/2 ഹോൾ സ്ക്വയർ എന്നാണ് വരിക. ഡിനോമിനേറ്ററിൽ നമുക്ക് സൈൻ സ്ക്വയർ x/2 ഉണ്ട് കാരണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. നോക്കുക ഇവിടെ 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. നമ്മളിവിടെ സൈൻ x/2ന് സ്ക്വയർ കൊടുക്കുമ്പോൾ നമുക്ക് സൈൻ സ്ക്വയർ x/2 എന്ന് എഴുതാനായിട്ട് പറ്റും. ദെൻ കോസ് സ്ക്വയർ x/2 വന്നു. ഡിനോമിനേറ്ററിൽ നമുക്ക് സൈൻ സ്ക്വയർ x/2 ഉണ്ട്. അപ്പോൾ നോക്കുക ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും നമുക്കിപ്പോൾ സൈൻ സ്ക്വയർ x/2 ഉള്ളത് കൊണ്ട് അതിനെ അങ്ങ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞേക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് വെളിയെടുക്കാം. സോ 4 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോസ് സ്ക്വയർ x/2 എന്നാണ് വരിക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എക്സിന് 0 ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 കോസ് സ്ക്വയർ 0 എന്നാണ് വരിക. നമുക്കറിയാം കോസ് 0 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 1 സ്ക്വയർ എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 1 4 എന്നാണ് നമുക്കിവിടെ 17ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ax പ്ലസ് എക്സ് കോസ് എക്സ് ഡിവൈഡ് ബൈ ബി സൈൻ എക്സ് എന്നാണ്.
അപ്പോൾ ഇവിടെ നമുക്ക് എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0/0 ഫോം എന്ന് തന്നെയാണ് വരിക. അതുകൊണ്ട് നമ്മൾ അതിനെ റീഅറേഞ്ച് ചെയ്യുവാണ്. നമുക്ക് എഴുതാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. നോക്കുക ന്യൂമറായിട്ടുള്ള എക്സ് കോമൺ ആണ്. നമുക്കതിനെ വെളിയിലെടുത്താൽ എക്സ് ഇൻറ്റു എ പ്ലസ് കോസ് എക്സ് എന്നാണ് വരിക ഡിവൈഡ് ബൈ ബി സൈൻ എക്സ് എന്ന് എഴുതാനായിട്ട് പറ്റും. ഇനി എന്ത് ചെയ്യുക, എക്സിനെ നമുക്ക് ഡിനോമിനേറ്ററിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ സൈൻ എക്സ് ബൈ എക്സ് എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എ പ്ലസ് കോസ് എക്സ് ഡിവൈഡ് ബൈ ബി സൈൻ എക്സ് ദെൻ ഡിവൈഡ് ബൈ എക്സ് എന്ന് കിട്ടും. ഇനി നോക്കുക ഇവിടെ ബി കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് വെളിയിലെടുത്താൽ 1/b എന്ന് എഴുതാം ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എ പ്ലസ് കോസ് എക്സ് എന്ന് വന്നു ദെൻ ഡിവൈഡ് ബൈ സൈൻ എക്സ് ബൈ എക്സ് എന്നാണ് വരിക. ഈ സ്റ്റേജിൽ നമുക്ക് ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തേക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/b ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എ പ്ലസ് കോസ് എക്സ് ഡിവൈഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന് വന്നു. അപ്പോൾ ഇവിടെ നോക്കുക ഈ താഴെ വന്നിരിക്കുന്നതിൻ്റെ വാല്യൂ 1 ആണെന്ന് നമുക്കറിയാം. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സിന് വാല്യൂ 0 കൊടുത്താൽ നമുക്ക് എ പ്ലസ് 1 എന്നും കിട്ടും. അപ്പോൾ നമുക്ക് എഴുതിയേക്കാം ദാറ്റ് ഈസ് ഈക്വൽ ടു 1/b ഇൻറ്റു ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ എ പ്ലസ് കോസ് 0 എന്നാണ് വരുന്നത് ഡിവൈഡ് ബൈ 1 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/b ദെൻ എ പ്ലസ് നമുക്കറിയാം കോസ് 0 1 ആണ് അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് 1 ഡിവൈഡ് ബൈ ബി എന്നാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. 19ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് സീക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സിന് 0 കൊടുത്തേക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സിന് 0 കൊടുക്കുമ്പോൾ 0 ഇൻറ്റു സീക്ക് 0 എന്നാണ് വരിക. നമുക്കറിയാം സീക്ക് 0 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. സോ 0 ഇൻറ്റു 1 എന്ന് പറഞ്ഞു അത് നമുക്കറിയാം അത് 0 ആണ്. സോ 19ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 0 എന്നാണ് കിട്ടുന്നത്. 20ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് പ്ലസ് ബി എക്സ് ഡിവൈഡ് ബൈ എ എക്സ് പ്ലസ് സൈൻ ബി എക്സ് എന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ എ കോമ ബി ദെൻ എ പ്ലസ് ബി നോട്ട് ഈക്വൽ ടു 0 എന്ന കണ്ടീഷനും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കാം നമുക്ക് ആദ്യം എക്സിന് 0 കൊടുത്ത് നോക്കാം. 0 കൊടുക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ 0 വന്നു, ഇത് 0 ആണ്, ഇതും 0 ആണ്, ഒപ്പം ഇതും 0 ആണ് അല്ലേ. എന്ന് പറഞ്ഞാൽ നമുക്ക് 0/0 ഫോം എന്ന് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ റീഅറേഞ്ച് ചെയ്യണം. സോ നമുക്ക് എഴുതാം അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് പ്ലസ് ബി എക്സ് എന്ന് എഴുതി. ഇവിടെ നമുക്ക് എ എക്സ് ആണ് ഇവിടെ ഡിനോമിനേറ്ററിൽ വേണ്ടത്. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് എന്തുണ്ട് ബി എക്സ് ആണ്, ദെൻ നമുക്ക് ബി എക്സും വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിൽ നമ്മളിവിടെ എ ബി എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ് ഈ ക്വസ്റ്റ്യനിൽ ചെയ്യുക. അപ്പോൾ നോക്കുക ഞാനിവിടെ ന്യൂമറേറ്ററിൽ എ ബി എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ദെൻ ഡിനോമിനേറ്ററിൽ എ എക്സ് പ്ലസ് സൈൻ ബി എക്സിനെയും ഞാൻ എ ബി എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇവിടെ നമുക്ക് സൈൻ എ എക്സ് ഡിവൈഡ് ബൈ എ ബി എക്സ് എന്ന് എഴുതാം പ്ലസ് ഇവിടെ നോക്കുക ബി എക്സ് ഡിവൈഡ് ബൈ എ ബി എക്സ് എന്ന് എഴുതാം. നമുക്കറിയാം ഇവിടെ ഡിവൈഡ് ചെയ്യാനായിട്ട് 2 ടേമിനും ഡിവൈഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ സെപ്പറേറ്റ് കൊടുത്തിട്ട് ആഡ് ചെയ്യുന്നത് അല്ലേ. ദെൻ നോക്കുക താഴെയും അതുപോലെ തന്നെയാണ് എ എക്സ് ഡിവൈഡ് ബൈ എ ബി എക്സ് എന്ന് പറഞ്ഞു പ്ലസ് സൈൻ ബി എക്സ് ഡിവൈഡ് ബൈ എ ബി എക്സ് എന്ന് പറഞ്ഞു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇവിടെ നോക്കുക നമുക്കിവിടെ എ എക്സ് ആണ് വേണ്ടത്, ബി ആവശ്യമില്ല. അതുകൊണ്ട് ബീനെ ഇങ്ങോട്ട് മാറ്റി എഴുതിയേക്കാം. അപ്പോൾ എഴുതുമ്പോൾ 1/b ഇൻറ്റു സൈൻ എ എക്സ് ഡിവൈഡ് ബൈ എ എക്സ് എന്ന് പറയും പ്ലസ് ഇവിടെ നോക്കുക നമുക്ക് ബിയും എക്സും ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ 1/a എന്ന് മാത്രമാണ് ഇവിടെ ഉണ്ടാവുക ഡിവൈഡഡ് ബൈ ഇവിടെ നോക്കുക നമ്മൾ എ എക്സ് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്കിവിടെ 1/b എന്ന് വന്നു പ്ലസ് ഇവിടെ നോക്കുക ബി എക്സ് ആണ് ആംഗിൾ വന്നിരിക്കുന്നത്, നമുക്ക് ബി എക്സ് മതി. സോ നമുക്കിവിടെ 1/a സൈൻ ബി എക്സ് ഡിവൈഡ് ബൈ ബി എക്സ് എന്ന് എഴുതാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി നോക്കുക നമുക്കിവിടെ ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ന്യൂമറേറ്റർ ലിമിറ്റ് കൊടുക്കാം, ദെൻ ഡിനോമിനേറ്റർ കൊടുക്കാം അല്ലേ. എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/b ഇൻറ്റു സൈൻ എ എക്സ് ഡിവൈഡ് ബൈ എ എക്സ് പ്ലസ് 1/a എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇവിടെ നമുക്ക് 1/b പ്ലസ് 1/a സൈൻ ബി എക്സ് ഡിവൈഡ് ബൈ ബി എക്സ് എന്ന് എഴുതാം.
സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കാം നമുക്ക് വേണ്ടത് AX ആണ്. അതുകൊണ്ട് നെക്സ്റ്റ് സ്റ്റേജിൽ വേണമെങ്കിൽ അവിടെ AX ടെൻസ് ടു 0 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് BX ആണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ എക്സിന് പകരം BX ടെൻസ് ടു 0 എന്നും എഴുതാം. അപ്പോൾ അടുത്ത സ്റ്റേജിൽ എഴുതിയേക്കാം ലിമിറ്റ് AX ടെൻസ് ടു 0 1/b ഇൻറ്റു സൈൻ AX ഡിവൈഡ് ബൈ AX പ്ലസ് 1/a ഡിവൈഡഡ് ബൈ ലിമിറ്റ് ഇവിടെ എഴുതുമ്പോൾ നമ്മൾ BX ടെൻസ് ടു 0 1/b പ്ലസ് 1/a ഇൻറ്റു സൈൻ BX ഡിവൈഡ് ബൈ BX എന്നാണ് എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ വേണമെങ്കിൽ 1/bനെ വെളിയിലെടുക്കാം, അല്ലെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ആൻസർ എഴുതിയേക്കാം. നോക്കുക ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ 1/b ഇൻറ്റു ഇതിൻ്റെ ആൻസർ 1 എന്നാണ് വരിക. ഇത് കോൺസ്റ്റൻ്റ് ആണ്, അതിനൊരു ചേഞ്ച് ഉണ്ടാവില്ല. അവിടെ നമുക്ക് പ്ലസ് 1/a എന്ന് തന്നെ കിട്ടും ഡിവൈഡ് ബൈ ഇവിടെ നോക്കുക 1/b ഒരു കോൺസ്റ്റൻ്റ് ആണ്, അത് അങ്ങനെ ഉണ്ടായിരിക്കും. പ്ലസ് ഇവിടെ നമുക്ക് 1/a ദെൻ ഇതിൻ്റെ വാല്യൂ വെൻ BX ടെൻസ് ടു 0 സൈൻ BX ബൈ BX എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. അപ്പോൾ ഇൻറ്റു 1 എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/b പ്ലസ് 1/a ഡിവൈഡഡ് ബൈ 1/b പ്ലസ് 1/a എന്നാണ് വന്നിരിക്കുക. ഇനി നോക്കുക ഇവിടെ എയും ബിയും ഒന്നും 0 അല്ലാത്തത് കൊണ്ട് 0/0 ഫോം പോസിബിൾ അല്ല. ഇപ്പോൾ നോക്കുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം തിങ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്ത് ഇവിടെ 1 എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. 21ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലിമിറ്റ് x ടെൻസ് ടു 0 cosec x മൈനസ് cot x വാല്യൂ ആണ്. അപ്പോൾ നമ്മളിവിടെ എക്സിന് 0 കൊടുത്താൽ cosec 0 മൈനസ് cot 0 എന്നാണ് വരിക. നമുക്കറിയാം cosec 0 നോട്ട് ഡിഫൈൻഡ് ആണ്, ഒപ്പം cot 0 നമുക്ക് നോട്ട് ഡിഫൈൻഡ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ റീഅറേഞ്ച് ചെയ്യണം. നമുക്ക് എഴുതാം ലിമിറ്റ് x ടെൻസ് ടു 0 cosec x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് 1/sin x ആണ്. cot x എന്ന് പറഞ്ഞാൽ അത് cos x ബൈ sin x ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ഡിവൈഡ് ബൈ സൈൻ എക്സ് എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. നോക്കുക ഇവിടെ 1 മൈനസ് കോസ് എക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ കോസ് 2x ഫോർമുലയിൽ നിന്നും 1 മൈനസ് കോസ് 2θ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ തീറ്റ എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2θയ്ക്ക് പകരം എക്സ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എഴുതുമ്പോൾ 2 സൈൻ സ്ക്വയർ x/2 എന്നിവിടെ എഴുതാനായിട്ട് പറ്റും. ദെൻ നോക്കുക ഡിനോമിനേറ്ററിൽ നമ്മൾ സൈൻ 2θയുടെ ഫോർമുലയാണ് അപ്ലൈ ചെയ്യുക. അതുകൊണ്ട് നമ്മൾ 2 സൈൻ x/2 കോസ് x/2 എന്ന് എഴുതും. ഇനി നോക്കുക നമുക്കിവിടെ 2 ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് പറ്റും, ഒപ്പം ഒരു സൈനിൻ്റെ വാല്യൂ നമുക്കിവിടെ ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 നമുക്കിവിടെ ടാൻ x/2 എന്നാണ് കിട്ടുക. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സിന് 0 കൊടുത്താൽ ടാൻ 0/2 അഥവാ ടാൻ 0 എന്നാണ് കിട്ടുക. നമുക്കറിയാം ടാൻ 0യുടെ വാല്യൂ അത് 0 ആണ്. അതാണ് 21ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. 22ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലിമിറ്റ് x ടെൻസ് ടു π/2 ടാൻ 2x ഡിവൈഡ് ബൈ x മൈനസ് π/2ൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിന് π/2 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് 0/0 എന്ന് തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് നമ്മളിവിടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിനോമിനേറ്ററിലുള്ള x മൈനസ് π/2 ഞാൻ y എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ എഴുതിയേക്കാം ലെറ്റ് y ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് π/2. അപ്പോൾ അവിടെ നമ്മൾ എക്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു π/2 പ്ലസ് y എന്നാണ് വരിക. ഇനി ലിമിറ്റ് എങ്ങനെയാണ് ചേഞ്ച് ആവണമെന്ന് നോക്കാം. വെൻ എക്സ് ടെൻസ് ടു π/2 y ടെൻസ് ടു നോക്കുക നമ്മളിവിടെ എക്സ് π/2 പോവുക എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എക്സിന് π/2 കൊടുക്കും. അപ്പോൾ നമുക്ക് π/2 മൈനസ് π/2 0 എന്നാണ് y കിട്ടുക. അപ്പോൾ നമുക്ക് പറയാം എക്സ് π/2 പോകുമ്പോൾ y 0 പോകുന്നതെന്ന് പറയാം. ഇനി നമുക്ക് ലിമിറ്റിൻ്റെ വാല്യൂ എഴുതുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് y ടെൻസ് ടു 0 ടാൻ 2 ഇൻറ്റു നോക്കുക എക്സ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അത് π/2 പ്ലസ് y ആണ് ഡിവൈഡ് ബൈ ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് y എന്നാണ് എടുത്തത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് y ടെൻസ് ടു 0 ടാൻ ഇനി നമുക്കിവിടെ 2 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 2 ഇൻറ്റു π/2 പ്ലസ് 2y എന്നാണ് കിട്ടുക ഡിവൈഡ് ബൈ y എന്ന് പോകും. ഇവിടെ നോക്കുക നമുക്ക് 2 ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് പറ്റും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് y ടെൻസ് ടു 0 ടാൻ പൈ പ്ലസ് 2y ഡിവൈഡ് ബൈ y എന്നാണ് വരിക. നമുക്കറിയാം ടാൻ പൈ പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ അത് ടാൻ തീറ്റ തന്നെയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് y ടെൻസ് ടു 0 ടാൻ 2y ഡിവൈഡ് ബൈ y എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലിമിറ്റ് y ടെൻസ് ടു 0 ടാൻ 2y ഡിവൈഡ് ബൈ 2y ഈസ് ഈക്വൽ ടു 1 ആണെന്ന് പറയാം. അതല്ലെങ്കിൽ നമുക്ക് ടാനിനെ മാറ്റി സൈനിലോട്ടും കോസിലോട്ടും മാറ്റിയിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്താലും മതി.
അപ്പോൾ അങ്ങനെയാണ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനെ മാറ്റാം. ലിമിറ്റ് y ടെൻസ് ടു 0 ഇവിടെ നമ്മൾ ടാനിനെ മാറ്റിയിട്ട് sin 2y ഡിവൈഡ് ബൈ cos 2y എന്ന് എഴുതാം. ഇവിടെ നമുക്ക് y ഡിനോമിനേറ്ററിലുണ്ട്, അതുകൊണ്ട് 1/y എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് y ടെൻസ് ടു 0 ഇവിടെ നമുക്ക് sin 2y ബൈ y എന്ന് എഴുതാം ഇൻറ്റു 1/cos 2y എന്ന് എഴുതിയേക്കാം. ഇവിടെ നോക്കുക, ഇവിടെ ആംഗിൾ 2y ആണ്. നമുക്ക് ഡിനോമിനേറ്ററിൽ 2 ഉണ്ടെങ്കിൽ നമുക്കതിനെ 1 എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിവിടെ 2 മൾട്ടിപ്ലൈ ചെയ്തു, അതുകൊണ്ട് ന്യൂമറേറ്ററിൽ നമുക്ക് 2 മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി എന്ത് ചെയ്യുക, ആ 2നെ വെളിയിലെടുക്കാം. സോ 2 ഇൻറ്റു ലിമിറ്റ്. ഇനി നോക്കുക, ആംഗിൾ 2y ആണ്, അതുകൊണ്ട് y ടെൻസ് ടു 0 എന്നുള്ളിടത്ത് നമുക്ക് 2y ടെൻസ് ടു 0 എന്ന് എഴുതാം. then എഴുതുമ്പോൾ sin 2y ഡിവൈഡ് ബൈ 2y ഇൻറ്റു 1/cos 2y എന്ന് പറഞ്ഞു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു നോക്കുക, ഇതിൻ്റെ വാല്യൂ 1 ആണ്, ഇൻറ്റു 1 ഡിവൈഡ് ബൈ നോക്കുക cos 0 എന്ന് പറഞ്ഞാൽ അതും 1 ആണ്. അപ്പോൾ നമുക്ക് ബൈ 1 എന്ന് എഴുതാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2 എന്നാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടുന്നത്. 23ാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ മുതൽ നമുക്ക് ഫംഗ്ഷനെ സ്പ്ലിറ്റ് ചെയ്ത് 2 പാർട്ടായിട്ടാണ് തന്നിരിക്കുക. അതിനുശേഷം അവർ നമ്മളോട് ലിമിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഒപ്പം റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ലിമിറ്റിൻ്റെ വാല്യൂ എഴുതുക. അപ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ഇവിടെ നമുക്ക് 2 വാല്യൂസ് ആണ് ചോദിച്ചിരിക്കുക. ഒന്ന് ലിമിറ്റ് x ടെൻസ് ടു 0 f of x ഉം ഒപ്പം ലിമിറ്റ് x ടെൻസ് ടു 1 f of x ൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും ആദ്യം കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് ലിമിറ്റ് x ടെൻസ് ടു 0 f of x ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കുക, നമുക്ക് ലെഫ്റ്റ് സൈഡ് ലിമിറ്റും ഒപ്പം റൈറ്റ് സൈഡ് ലിമിറ്റും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എഴുതിയേക്കാം LHL ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 0 മൈനസ് f of x എന്നാണ് നമ്മൾ എഴുതുക. അപ്പോൾ ഇതിൻ്റെ അർത്ഥം വേറെ ഒന്നുമല്ല, എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് സൈഡിൽ നിന്നും 0 വരുന്നു എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂസ് ജസ്റ്റ് ലെസ് ദാൻ 0 ആയിരിക്കും എന്നാണ് അർത്ഥം. അപ്പോൾ ആ കേസിൽ വരുന്ന ഫംഗ്ഷൻ ഏതോ അതാണ് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതിയേക്കാം ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 0. നോക്കുക, ഇവിടെ സിമ്പിൾ ഒഴിവാക്കി നമ്മൾ 0 എന്ന് മാത്രം എഴുതി. ഇവിടെ നമ്മൾ എഴുതുന്നത് ഫംഗ്ഷൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സിമ്പിൾ ഇടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ x ലെസ് ദാൻ 0 വരുന്ന ഫംഗ്ഷനാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ നോക്കുമ്പോൾ x ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ്റെ വാല്യൂ തന്നിരിക്കുന്നത് 2x + 3 ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്താൽ നമ്മളിവിടെ ലിമിറ്റ് കണ്ടുപിടിച്ചേക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എക്സിൻ്റെ വാല്യൂ കൊടുത്താൽ നമുക്ക് 2 × 0 + 3 അഥവാ 0 + 3 എന്നാണ് ഇവിടുത്തെ LHLൻ്റെ വാല്യൂ കിട്ടുക. ഇനി നമുക്ക് RHL കണ്ടുപിടിക്കാം. RHL എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുമ്പോൾ ലിമിറ്റ് x ടെൻസ് ടു 0 പ്ലസ് f of x എന്ന് എഴുതും. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 0. ഇനി നോക്കുക, ഇവിടെ നമ്മൾ പോസിറ്റീവ് എന്നാണ് എഴുതിയിരിക്കുക. എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് സൈഡിൽ നിന്നും 0 അപ്രോച്ച് ചെയ്യുന്നു, അഥവാ എക്സ് വാല്യൂസ് ജസ്റ്റ് ഗ്രേറ്റർ ദാൻ 0 എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വരുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ നോക്കുമ്പോൾ അത് 3 × x + 1 ആണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് വാല്യൂ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കൊടുക്കാം. അപ്പോൾ എഴുതുമ്പോൾ 3 × 0 + 1 എന്ന് പറഞ്ഞു, അഥവാ 3 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്നാണ് കിട്ടുക. അപ്പോൾ നോക്കുക, ഇവിടെ LHLും RHലും 3 എന്നാണ് കിട്ടിയത്. അതുകൊണ്ട് നമുക്കിവിടെ ലിമിറ്റിൻ്റെ വാല്യൂ ഉണ്ട്, അത് 3 ആണ്. ഇൻ കേസ് നമുക്ക് RHലും LHലും ഡിഫറൻ്റ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ പറയും ആ വാല്യൂ ഓഫ് എക്സിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല എന്നാണ് പറയുക. ഇവിടെ നമുക്ക് 2 സെയിം ആയിട്ട് കിട്ടിയതുകൊണ്ട് നമുക്ക് എഴുതിയേക്കാം LHL ദാറ്റ് ഈസ് ഈക്വൽ ടു RHL ദാറ്റ് ഈസ് ഈക്വൽ ടു 3. Therefore ലിമിറ്റ് x ടെൻസ് ടു 0 f of x ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് നമുക്കിവിടെ എഴുതാം. ഇനി നമുക്ക് അടുത്തതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇവിടെ നോക്കുക, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലിമിറ്റ് x ടെൻസ് ടു 1 f of x ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ LHലും RHലും കണ്ടുപിടിക്കാൻ നോക്കുമ്പോൾ ലിമിറ്റ് x ടെൻസ് ടു 1 മൈനസ് f of x എന്ന് എഴുതാം, അഥവാ ലിമിറ്റ് x ടെൻസ് ടു 1. ഇനി നോക്കുക, f of x ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ x വാല്യൂസ് ജസ്റ്റ് ലെസ് ദാൻ 1 ആണ്. കാരണം എന്താണ്, ഇവിടെ നമ്മൾ നെഗറ്റീവ് സൈഡിൽ നിന്നാണ് 1 വരുന്നത്. ആ കേസിൽ എക്സ് വാല്യൂസ് ജസ്റ്റ് ലെസ് ദാൻ 1 എന്നാണ് തന്നിരിക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ 1-ലല്ല സ്പ്ലിറ്റ് അല്ലേ, ഫംഗ്ഷൻ എവിടെയാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്, 0-ലാണ്. അപ്പോൾ എക്സ് ജസ്റ്റ് ലെസ് ദാൻ 1 ആണെങ്കിലും അത് എവിടെയാണ് വരിക, അത് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന കണ്ടീഷനാണ് വരിക. അതുകൊണ്ട് ഫംഗ്ഷനായിട്ട് നമ്മളിവിടെ 3 × x + 1 ആണ് എടുക്കേണ്ടത്. മാറിപ്പോരുത്, ഇവിടെ നമുക്ക് എക്സ് ജസ്റ്റ് ലെസ് ദാൻ 1 എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, 0-ലാണ്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0യുടെ അവിടെ തന്നെയാണ് എക്സ് ജസ്റ്റ് ലെസ് ദാൻ 1 വരിക. അതുകൊണ്ടാണ് നമ്മൾ 3 × x + 1 എടുത്തത്.
ഇനി എന്ത് ചെയ്യുക, എക്സിന് വാല്യൂ കൊടുത്തേക്കുക. അപ്പോൾ നമുക്കിവിടെ 3 × 1 + 1, സോ 3 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 എന്നാണ് LHL കിട്ടുക. ഇനി നമുക്ക് RHL എഴുതിയേക്കാം. RHL എഴുതുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1. അവിടെ നോക്കുക, എക്സ് വാല്യൂസ് ജസ്റ്റ് ഗ്രേറ്റർ ദാൻ 1 എന്നാണ് തന്നിരിക്കുക. അപ്പോൾ അതും ഈ ഫംഗ്ഷനിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ 3 × x + 1 എന്നാണ് വരിക. വാല്യൂ കൊടുക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 3 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ എന്താണെങ്കിലും ഫംഗ്ഷൻ എടുത്തിരിക്കുന്നത് 3 × x + 1 ആയതുകൊണ്ട് ഉറപ്പായിട്ടും LHL തന്നെയായിരിക്കും നമുക്ക് RHL കിട്ടുക. അപ്പോൾ നമുക്ക് എഴുതിയേക്കാം LHL ദാറ്റ് ഈസ് ഈക്വൽ ടു RHL. അതുകൊണ്ട് therefore ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. അപ്പോൾ നോക്കുക, ആദ്യത്തെ ആൻസർ 3 എന്നും രണ്ടാമത്തെ ആൻസർ 6 എന്നുമാണ് ഇവിടെ കിട്ടുന്നത്. 24ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ആണ്. അവിടെ എഫ് ഓഫ് എക്സ് സ്പ്ലിറ്റ് ചെയ്തിട്ട് തന്നെയാണ് തന്നിരിക്കുക, അത് എക്സിലാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ LHL ഉം RHL ഉം സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് ലിമിറ്റിൻ്റെ വാല്യൂ നോക്കാം. അപ്പോൾ എഴുതിയേക്കാം LHL ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു, നോക്കുക ഇവിടെ സിമ്പിൾ മാത്രമാണ് നമ്മൾ നെഗറ്റീവ് എന്ന് എഴുതിയിരിക്കുക. അതിൻ്റെ അർത്ഥം എക്സ് വാല്യൂസ് നെഗറ്റീവ് സൈഡിൽ നിന്നും 1 വരുന്നു, അഥവാ എക്സ് വാല്യൂസ് ആർ ജസ്റ്റ് ലെസ് ദാൻ 1 എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതിയേക്കാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 1. അപ്പോൾ എക്സ് വാല്യൂസ് ജസ്റ്റ് ലെസ് ദാൻ 1 വരുമ്പോൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ x² - 1 ആണ്. നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 1² - 1 എന്ന് വന്നു. 1 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി നമുക്ക് RHL കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1. ഇനി നോക്കുക, എക്സ് ടെൻസ് ടു 1 പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സ് വാല്യൂസ് റൈറ്റ് സൈഡിൽ നിന്ന് 1 അപ്രോച്ച് ചെയ്യുന്നു എന്നാണ് അർത്ഥം, അഥവാ എക്സ് വാല്യൂസ് ജസ്റ്റ് ഗ്രേറ്റർ ദാൻ 1 എന്നാണ് അർത്ഥം. അപ്പോൾ നോക്കുക, എക്സ് ഗ്രേറ്റർ ദാൻ 1 വരുമ്പോൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത് -x² - 1 ആണ്. അപ്പോൾ നമുക്ക് അവിടെ ലിമിറ്റ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ എക്സിന് 1 കൊടുക്കും. സോ -1² ദെൻ -1 എന്ന് പറഞ്ഞു. നോക്കുക, ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, ദെൻ നെഗറ്റീവ് സൈൻ ഉള്ളത് കൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് ഓഫ് 1² എന്നെടുത്തത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് 1² എന്ന് പറഞ്ഞാൽ 1 ആണ്, ദെൻ -1 ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ -2 എന്നാണ് കിട്ടുക. അപ്പോൾ നോക്കുക, LHL വാല്യൂ 0യും RHL വാല്യൂ നമുക്ക് -2 എന്നുമാണ് കിട്ടിയത്. അപ്പോൾ LHL അല്ല RHL. അപ്പോൾ നമുക്ക് എഴുതിയേക്കാം LHL നോട്ട് ഈക്വൽ ടു RHL. അപ്പോൾ LHL അല്ല RHL എങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആ വാല്യൂ, ആ ലിമിറ്റിൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ എഴുതുക. അപ്പോൾ നമുക്ക് എഴുതിയേക്കാം therefore ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ ഇതാണ് 24ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ.